presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amritaveni KSFE, Bima Jewelers and Pankaj Kasturi Ortho Hair. എന്താ ഈ ഡാൻസ് എന്താ കുഴപ്പം? എനിക്ക് അർത്ഥവത്തായ ഡാൻസ് ആണ്. വന്നു കറങ്ങി തിരിഞ്ഞ് അലഞ്ഞ് തിരിഞ്ഞ് ആ ഒഴുക്ക് നല്ലതായിരുന്നു. അല്ല, ഒരു റോബോട്ടിനെ പോലെ എനിക്ക് അനീഷ് തോന്നുന്നത്. കാലൊക്കെ അപ്പൊ ഡാൻസ് ഇനി പാട്ടാ വേണ്ടത്. ദിവ്യ ഒരു പാട്ട് പാടാം. ഒരു പാട്ട് പാടാം ദിവ്യ. ഇതൊക്കെ അല്ലേ? ഇതൊക്കെ ഞാനൊരു കാര്യം പറയട്ടെ. തലയും കൂടി ഉണ്ട് അനീഷേട്ടന്റെ. ആ ലുക്കുണ്ട്. ഏതോ ഹസ്ത തതോ ദൃഷ്ടി എന്നാണ്. അനീഷേട്ടാ, അതെ, ഞാന് കഷ്ടപ്പെട്ടാണ് കേട്ടാ. ഞാനിത് കഷ്ടപ്പെട്ട് കൊറിയോഗ്രാഫി ചെയ്തതാ. അനീഷേട്ടൻ നിങ്ങൾ എല്ലാരും കളിയാക്കുന്നുണ്ട്, പക്ഷെ എല്ലാരെയും ഇവിടെ കൊണ്ട് ചെയ്യിപ്പിക്കണം അനീഷേട്ടൻ. അങ്ങനെ അനീഷേട്ടനെ കളിയാക്കാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. കളിയാക്കിയതല്ല, അവർ ആസ്വദിച്ചത്. അപ്പൊ അവരുടെ ആ പ്രകടനത്തെ നമുക്കൊന്ന് ആസ്വദിച്ചാലോ? അപ്പൊ ഈ പാട്ട് നവീനും ചേച്ചിയും കൂടി ഇതേ സെയിം സ്റ്റെപ്പ്, ഈ മ്യൂസിക് പ്ലീസ് ഇപ്പൊ ചെയ്തത് അയ്യോ അങ്ങനെ വേണ്ട, അത്ര വേണ്ട. അയ്യോ അത് വേണ്ടടി. ഞങ്ങള് വിളയില മാമനെ പോലെ ഇവിടെ ഇരുന്നോ. ഞങ്ങള് വിളയില മാമനെ പോലെ ഇവിടെ ഇരുന്നോ. എങ്ങനെ ആദ്യം വന്ന നിങ്ങൾ ഇങ്ങനെയല്ലേ? അതൊന്നും പറഞ്ഞു തരില്ല. നിങ്ങളുടെ ഇഷ്ടം പറഞ്ഞു കൊടുക്കരുത്. നിങ്ങളുടെ തോന്നിയ വാസം എപ്പോഴത്തെ പോലെ. റെഡി മ്യൂസിക്. നന്നായിരിക്കുന്നു. നാളത്തെ തലമുറയ്ക്ക് ഒരു ശാപമാണ്. നാളത്തെ തലമുറയ്ക്ക് ഒരു വാഗ്ദാനമാണ്. അനീഷേട്ടൻ ചെയ്യുമ്പോഴേ റോബോട്ടിനെ പോലെ എനിക്ക് തോന്നിയത്, പക്ഷെ ഈ നവീൻ ചേട്ടൻ ചെയ്യുമ്പോഴേ മറ്റേ കട്ട വർക്കേ കിടൂലേ നമ്മള്. അപ്പോ നമുക്ക് ഇവിടുന്ന് റെസ്റ്റ് എടുത്തോളൂ. രണ്ട് ബൊമ്മകളിൽ നിന്ന് ചെയ്യണ പോലെ തോന്നി എനിക്ക്, പാവക്കുട്ടികളെ പോലെ. നടത്തിക്കൊണ്ട് പോയിക്കോട്ടെ. യമുനയുടെ ആ ഒരു ഇത് കാണാൻ കൊതിയാണ്. ദീപം കലക്കൂട്ട ഷൈൻ ചെയ്ത് പാലില്ലേ അത് കാണണ്ടേ? അയ്യോ അത് പറഞ്ഞപ്പോഴാണ് ഈ വാല് ഞാൻ അവിടെ ഇരുന്നപ്പോ കണ്ടത്. ഒന്ന് നടന്നു കാണിച്ചു നോക്കട്ടെ. ഇതിന് വിക്രമാദിത്യ സദസ്സിലുണ്ടായിരുന്നു. ഒന്നും പറയണ്ട, അവിടെ പോയിരുന്നു വെച്ച് സൂപ്പറായിരുന്നു. ഇത് മറ്റാർക്കും കഴിയില്ല. ആ എക്സ്ട്രാ സ്റ്റെപ്പ് ഇട്ട് ഇത് ആർക്കും അനുകരിക്കാൻ പറ്റില്ല. ഞാന് അപ്സരയുടെ എക്സ്പ്രഷൻ കാട്ടിത്തരാം എങ്ങനെ വരുന്നത്. അനീഷേട്ടൻ ഡാൻസ് കളിക്കുമ്പോ ഈ
കഴുത്തുറക്കാത്ത പിള്ളേര് ഡാൻസ് കളിക്കൂല്ലേ? അതെ എനിക്കതാ ശരിക്കും ടാസ്ക് തോന്നാറുള്ളത്. അതന്നെ അപ്സരയുടെ വരവ് എങ്ങനെയാന്ന് ഞാൻ കാട്ടിത്തരാം. ഇപ്പുറത്ത് അപ്സര ഇപ്പുറത്ത് നല്ല ഞാൻ കാട്ടിത്തരാം. ഫസ്റ്റ് അനിഷേട്ടൻ ഇവിടെ ഉണ്ടാവൂല്ലോ. അനിഷേട്ടൻ വന്നിക്ക്. അനിഷേട്ടൻ തെറ്റിക്കണാണല്ലോ. വെൽക്കം ടു ഇതാണ് സ്ഥിരം കാണാറുള്ളത്. നീ ചെയ്യടാ. ഒറിജിനൽ ഇല്ല, പഠിപ്പിച്ച സെയിം സ്റ്റെപ്പ് നിങ്ങൾ പഠിപ്പിച്ച കളിക്കാം. ഞങ്ങൾ നടത്തിക്കൊണ്ട് പോയിക്കോട്ടെ. ഫൈൻ ചെയ്യണ്ട. ഞാൻ അപ്സരയും കൂടി വരാം. സെയിം എക്സ്പ്രഷൻ ഇട്ട് ഇനിയാ ഈ സെയിം സാധനം അപ്സരയുടെ എക്സ്പ്രഷൻ അപ്സരയുടെ എക്സ്പ്രഷൻ ഞങ്ങൾ ഒരുമിച്ച് വരാം. സെയിം ചേട്ടന്റെ സ്റ്റെപ്പ് കഴുത്തറക്കാത്ത കൊച്ചിനെ പോലെ നടത്തിക്കൊണ്ട് പോയിക്കോട്ടെ. അല്ല ഇനി ഞാൻ എന്തായാലും ഇത്ര ആയ സ്ഥിതിക്ക് സോറി ഈ മ്യൂസിക് വന്നിട്ട് എന്റെ മുഖത്ത് മാത്രം നോക്കണേ. ശരി, മ്യൂസിക് ഇട്ടേ. കണ്ടാ ഞാൻ പറഞ്ഞ കറക്റ്റ് ആയില്ലേ? പിള്ളേര് കൊച്ചു പിള്ളേര് ബെഡി കിടക്കുമ്പോ കൈയും കാര്യം അനക്കാൻ പറ്റില്ല, മുഖം കൊണ്ട് എക്സ്പ്രഷൻ കാണിക്കാൻ പറ്റുള്ളൂ. സെയിം. സൂപ്പർ ആയിട്ടുണ്ട്. നമുക്ക് പച്ചാളം ബാസിയെ നമുക്ക് തിരിച്ചു വിളിക്കേണ്ട കാര്യമില്ല. കാരണം പച്ചാളം ബാസി പറഞ്ഞത് അംഗവിക്ഷേപങ്ങൾ ഭാവമുഖത്ത് കൊണ്ടുവരാൻ അംഗവിക്ഷേപങ്ങൾ ആവശ്യമില്ല എന്ന് ഉദയനാണ് താരത്തിൽ പച്ചാളം ബാസി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് പറയാനുള്ളത്, ആ ഒരൊറ്റ മ്യൂസിക്കില് മുഖത്തുള്ള ചലനങ്ങള്, പിരികം, കണ്ണ് എല്ലാം. താങ്ക് യു. അപ്പൊ നമ്മൾ എന്തായാലും ശരി തന്നെ നമ്മള് വളരെ സന്തോഷമായിട്ട് രസകരമായിട്ട് നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അനീഷയുടെ ഒരു ആഗ്രഹം പറഞ്ഞല്ലോ തുടങ്ങുമ്പോ. അതെ, ദിവ്യ ചേച്ചി ഒരു പാട്ട് കേൾക്കണമെന്ന്. തീർച്ചയായും പാട്ട് കേട്ട് തുടങ്ങാം. കൂവല്ലേ ഓക്കെ. ഒരു പറയല് തൂമഞ്ഞിൻ നെഞ്ചിലുതുങ്ങി മുന്നാഴി കനവ് തേനൂലും സാന്ത്വനമായി ആലോലം കാറ്റ് സന്ധ്യാരാഗവും തീരവും വേർപിരിയും വേളയിൽ എന്തിനിന്നും വന്നു നീ പൂന്തിങ്കളേ തൂമഞ്ഞിൻ നെഞ്ചിലൊതുങ്ങി മുന്നാഴി കനവ് തേനൂലും സാന്ത്വനമായി ആലോലം കാറ്റ് പൂത്തു നിന്ന കടമ്പിലെ പുഞ്ചിരി പൂമുട്ടുകൾ ആരാമ പന്തലിൽ വീണുപോയെന്നോ
സൂപ്പർ ആയിട്ടുണ്ട്. നല്ല ഫീലായിരുന്നു. അടിപൊളിയായിരുന്നു, അടിപൊളി. അർത്ഥവത്തായ സോങ്ങും. ഹൈ പിച്ച് പോയതൊക്കെ അടിപൊളിയായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ അറിയോ, ലാസ്റ്റ് അവിടെ ഒരു നോട്ടം കൊടുത്തു. ഏതാണെന്നറിയോ? എന്തിനാ വന്നേന്ന് നീ എന്റെ മുന്നിൽ? ഏകനായി ഇന്നെങ്കിലും മുന്നിൽ വന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു നോട്ടം, അവിടെ തിരിച്ചു ആ ഒരു communication. Yeah. Beautiful. Nice. ഗംഭീരം. സൂപ്പർ. അപ്പോ എല്ലാവരും ഡാൻസ് പെർഫോമൻസ് കണ്ടു, വിലയിരുത്തൽ കഴിഞ്ഞു, നല്ലൊരു പാട്ട് കേട്ടു, ഇനി നല്ലൊരു ഭക്ഷണം കൂടി കഴിച്ചാൽ നല്ല ഒരു കുശാലായി. ഡിഷ് ഇന്നത്തെ ദിവസം നന്നായി വരും. വിശക്കുണ്ടോ? വിശക്കുന്നുണ്ടല്ല, മെയിൻ കോഴ്സ് അല്ലല്ലോ, ജസ്റ്റ് ഒന്ന് നമ്മുടെ ആൾക്കാരെ കൊണ്ട് നമുക്കൊന്ന്. ആണോ? അപ്പൊ നമുക്ക് വിശക്കുണ്ടെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരാം. ആയിക്കോട്ടെ. ആണോ? അപ്പൊ അനീഷേട്ടന് വിശക്കണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊരു കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് ഒരു വെജ് പുലാവ് ഉണ്ടാക്കി കൊടുത്താലോ? എന്താ? വെജ് പുലാവ് എന്താ പറയണേ? ഉണ്ടാക്കിയിട്ടില്ല. ഓരോരുത്തർ എന്താ ചേച്ചി? ഞാൻ ഉണ്ടാക്കാത്ത ഡിഷാണ്, പക്ഷെ ഉണ്ടാക്കാം. ഞാനും കഴിച്ചിട്ടില്ല. ഞാൻ കണ്ടിട്ടില്ല, സീരിയസ്ലി കണ്ടിട്ടില്ല. അതെ, പുലാവ്. പുലാവ് അനീഷേട്ടാ കഴിച്ചിട്ടില്ല, കണ്ടിട്ടുണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ കഴിച്ചിട്ടില്ല. കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. യമുനേച്ചി? ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം. ശരി. അല്ല, ചെറുപ്പം തൊട്ടേ കഴിച്ച് വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്ന. നോർത്തിലൊക്കെ ഇത് പുലാവ്, വെജ് പുലാവ് ഒരു സ്ഥിരം എല്ലാരും വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനം. ഇപ്പൊ കുറെ ആൾക്കാർ കണ്ടിട്ടില്ല. ദീപനും? ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, ഒരുപാട് കഴിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി വളരെ ഇഷ്ടമാണ് പുലാവ്. ഓക്കെ. കഴിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ട്. ശരി, എന്നാ പിന്നെ സമയം കളയാതെ നമുക്ക് വെജ് പുലാവ്. എന്തായാലും അത് പൊളിക്കും. കുറെ ആൾക്കാർ കണ്ടിട്ടില്ല, കഴിച്ചിട്ടില്ല, കുറെ ആൾക്കാർ കണ്ടിട്ടുണ്ട്, ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു മിക്സ് ചെയ്തിട്ട് ചിലർ വിനയം കൊണ്ടൊക്കെ പറയുന്നതാണ് കേട്ടോ. പറയാതിരിക്കാൻ. കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ അവസാനം ഉണ്ടാക്കിക്കൊണ്ട് വരാൻ നമ്മൾ ഞെട്ടിക്കും. അതെ. അപ്പൊ പക്ഷെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ടോ? ഉണ്ട്. പിന്നെ അപ്പൊ എല്ലാം കൂടെ മിക്സ് ആയതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാനും കുറച്ച് ക്യൂരിയോസിറ്റി ആണ്, കഴിക്കാനും. റെഡി? സ്റ്റാർട്ട്. ഓക്കെ. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amritaveni KSFE, Bima Jewelers and Pankaj Kasturi Ortho Hair. നമസ്കാരം ഗൈസ്. യെസ്, ലെറ്റ്സ് ബാക്ക് ടു കുക്കിംഗ് ചാനൽ. ലെറ്റ്സ് ബാക്ക് ടു Our- ഫ്രം ഹോം. അതെ, ഞങ്ങൾ ആരംഭിക്കുകയാണ്. അങ്ങനെ പറയണം. അടുത്ത ഫസ്റ്റിന് വേണ്ടിയിട്ടുള്ള മത്സരം തുടങ്ങുവാണ്. ഞങ്ങൾക്ക് ഇത് വിട്ടുകൊടുക്കാം അല്ലേ? നമ്മൾ എല്ലാത്തിലും ഫസ്റ്റ് കിട്ടുമ്പോൾ ഒരു വൈബ് കിട്ടുന്നില്ല. കാരണം നിങ്ങളെ സപ്പോർട്ട് ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഫസ്റ്റ് ഒരു ഇതില്ല, ഇല്ല. ത്രില്ലില്ല. ഇപ്പൊ ഇടയ്ക്ക് തോക്കുന്നതൊക്കെ നല്ലതാ. തോറ്റു കൊടുക്കാം നമുക്ക്. നവീൻ ചേട്ടനോ ക്രിസ് ചേട്ടനൊക്കെ പാവം ഞങ്ങളോട് കരച്ചിലാണ്. അവര് കരഞ്ഞ് രാവിലെ പറയും ഇത്തവണ ഇങ്ങനെ തോക്കണേന്നൊക്കെ. മേക്കപ്പ് റൂമിൽ വന്നിട്ട് കരച്ചിലാണ് ദിവ്യ ചേച്ചിയും ക്രിസ് ചേട്ടനൊക്കെ. അന്ന് തോറ്റു താടാന്നൊക്കെ അതെ, അല്ലേ? അതുകൊണ്ട് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ തോൽക്കുന്നില്ല. അതെ, അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ തോക്കൂല. നിങ്ങളെ സപ്പോർട്ട് ഇനി ഉണ്ടാവാം. അപ്പൊ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പുലാവ്. എല്ലാവർക്കും സെയിം ആണ് പുലാവ് അല്ലേ? എന്ത് പുലാവ് അത് പറഞ്ഞു കൊടുത്തേ? വെജ് പുലാവ്. പീസ് പുലാവ് അല്ല, വെജ് പുലാവ്. വെജിറ്റേറിയൻ പുലാവാണ്. പുലാവിന് വെജിറ്റേറിയൻ അല്ലേ ഉള്ളൂ. എന്നാലും നമ്മൾ വെജിറ്റേറിയൻ പുലാവാണ്. അതെ, ഓക്കെ. യെസ്, നമുക്ക് ഒട്ടും വൈകാണ്ട് തുടങ്ങാം. ഇവിടെ നമുക്ക് എന്തൊക്കെ ആവശ്യമുള്ളതെന്നുള്ളത് ഞങ്ങൾ പറഞ്ഞ സമയം കളയുന്നില്ല. എഡിറ്റർ നമുക്ക് അതിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം ഒരു പാൻ. ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് സ്റ്റൗ. കത്തി തുടങ്ങി ഗൈസ്. നമ്മൾ ജയിക്കണേ എപ്പോഴത്തേം പോലെ. അപ്പം ഗൈസ്, പാൻ ചൂടാകുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഒഴിക്കേണ്ടതായിട്ടുള്ള നെയ്യ് എടുത്ത് വെക്കുക. പൊട്ടിച്ചിടും. 2 എണ്ണം വേണം. ഇട്. എണ്ണ മതിയോ? സവാള ഇത്ര വേണ്ട കേട്ടോ. ഓക്കെ ഗൈസ്, അത് കഴിഞ്ഞിട്ട് കുറച്ച് സവാള ഒരു സവാള ഇല്ലെങ്കിൽ ഒരു സവാള. ഇതൊരു സവാള ചെറിയ സവാള 1.5 എടുക്കാൻ. ഇല്ല, ഇതൊരു സവാള ആയിട്ടില്ല. ആയിട്ടില്ല. അത് നന്നായിട്ട് വശക്കുക. പൊടിക്ക് ഉപ്പിട്ടേടി. സവാള വഴറ്റാൻ ഏറ്റവും നമ്മുടെ ടിപ്പാണ്, മറ്റാർക്കും അറിയാത്ത ടിപ്പാണ്.
പറഞ്ഞ പോലെ മറ്റേ പുലാവ് ഉണ്ടാക്കിയപ്പോ യൂട്യൂബർ ഉപ്പിന്റെ കാര്യം പറഞ്ഞിട്ട് കേട്ടില്ല ഒരിടത്തും. അത് പുള്ളി ആദ്യമല്ല ഉപ്പിടണുണ്ട് ചോറിട്ടിട്ട്. ചോറ് ഇടുന്നുണ്ട്. ആ. എന്തായി വഴറ്റിയ ഏകദേശം ആയില്ലേ? കളർ മാറി തുടങ്ങിയില്ലേ? ആ, ഇനി അപ്പോഴത്തേക്ക് നമുക്ക് ജിഞ്ചർ ഒരു ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്. ഇത് ഗാർലിക് ആണ്. കണ്ടിട്ട് ഇത് ജിഞ്ചർ അല്ല, ഇത് ഗാർലിക് ആണ്. ഗാർലിക്, ജിഞ്ചർ, ഇത് ജിഞ്ചർ പേസ്റ്റ്. ഇതിപ്പോ നിങ്ങൾക്ക് ഒരുമിച്ചാണ് കിട്ടുന്നത്. ചിലപ്പോ ഒരുമിച്ചുള്ള പാക്കറ്റ് കിട്ടും. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറഞ്ഞ ഒറ്റ പാക്കറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും. ആദ്ര വീഡിയോ കണ്ടിട്ട് പറഞ്ഞു കൊടുത്തത് രണ്ട് സെപ്പറേറ്റ് പറഞ്ഞു കൊടുത്തതാണെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് വ്യക്തമാവുന്നത്. എന്താ ഇളക്കി ഏകദേശം സെറ്റ് ആയില്ലേ? ബാക്കി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് മതിയോ വശക്കല്ലേ? കുറച്ചും കൂടി തീ എപ്പോഴും കുറച്ചിട്ട് നമ്മൾ കുറച്ച് സമയം കൂടി ലോ ഫ്ലെയിമിൽ ചെയ്യണേ നല്ലതടി. നല്ലത്. നമ്മളെ പോലെ കുക്കിംഗ് വളരെ കുറവ് അറിയുന്ന ആൾക്കാർ ലോ ഫ്ലെയിമിൽ അല്ല, എല്ലാവരും ലോ ഫ്ലെയിമിൽ ചെയ്യണം. അല്ല, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അല്ലെങ്കിൽ ഇത് ഇപ്പൊ നോൺ സ്റ്റിക് പാത്രമൊക്കെ ഉള്ളത് കൊണ്ട്. ഓക്കെ. മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡർ. മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ തമ്മിൽ വ്യത്യാസം എന്താ? കാശ്മീരിന് എരിവ് ഉണ്ടാവില്ല അത്ര, അപ്പൊ കുറച്ചും കൂടുതൽ ഇടാം. മുളക് പൊടിക്ക് എരിവ് ഉണ്ടാവും, കളർ കൂടുതൽ കിട്ടും. അതെ. അടുത്തത് ഗരം മസാല ഗരം മസാല അല്ലേ? അത് നമ്മളിനി ഗരം മസാല വീട്ടിലുണ്ടാക്കുന്ന നല്ല പാക്കറ്റ് ആണെങ്കിൽ അങ്ങനെയാണ് യൂട്യൂബിൽ പറയണത്. അതേപടിയാണ്. പിന്നല്ലാതെ യൂട്യൂബ് നോക്കി അതിൽ കൃത്യമായിട്ട് പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഗരം മസാല. അതെ. കുറച്ച് മഞ്ഞപ്പൊടി എന്തിനാണ് ഇടുന്നത് നാദ്ര? ചെറിയൊരു കളറിന് വേണ്ടിട്ട്, പിന്നെ ഇത് ഹെൽത്തി ആക്കാൻ വേണ്ടിട്ട് എന്തോ ഇതില്ലേ, ഒന്ന് നല്ലൊരു ഹെൽത്തി, പിന്നെ മെയിൻലി കളറിന് വേണ്ടിട്ട്. അപ്പൊ ഇതിന് പച്ചമണം മാറുന്നവരെ ഒന്ന് വശക്കുക. ഇതിനെല്ലാം ഒരു ശാസ്ത്രമുണ്ട്. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ ടേസ്റ്റി ആയിട്ട് കിട്ടണം. കഴിക്കുന്ന ആൾക്കാർക്ക് മനസ്സും നിറയണം, വയറും നിറയണം. ഇതാണ് എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് മാറ്റേഴ്സ്. ഇപ്പൊ നമ്മളെല്ലാം ഇപ്പൊ നീ പറഞ്ഞ ശാസ്ത്രീയപരമായിട്ട് ഇളക്കുന്ന രീതി പിടിച്ച് ഇളക്കിയിട്ടും രുചി ഇല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. പക്ഷെ ഞങ്ങളുണ്ട് പലപ്പോഴും ഞങ്ങൾ ഇളക്ക് ശരിയല്ലെങ്കിൽ അല്ലാതെ പോലും ഷെഫ് പറയാറില്ലേ നല്ല ടേസ്റ്റി ആണെന്ന്. ഞങ്ങളുടെ മനസ്സ് കാരണം ഞങ്ങൾ പ്യൂർ ആയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതെ, ഞങ്ങളുടെ സ്നേഹം കൂടി കുറച്ച് സ്നേഹട്ടെ. അതെ, ഞങ്ങൾ കുറച്ച് സ്നേഹം കൂടി വിതറിയിട്ടുണ്ട്. ഞങ്ങൾ സന്തോഷത്തോടെയും സ്നേഹത്തോടെയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് തോന്നുന്നു കറക്റ്റ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഉണ്ടാകുന്നുണ്ടായിരിക്കും. മറ്റു ടീമിനെ പോലെയല്ല, ഞങ്ങൾ ഭയങ്കര ജോളിയായിട്ട് കഥ പറഞ്ഞ് യോ വൈബ്. അവിടെ അനീഷേട്ടൻ എന്തോ നാരങ്ങ കുടിക്കുന്നു. നീ ഉണ്ടാക്കി, ഞാൻ പോയി ബാക്കി കുടിച്ചിട്ട് വരാം. അനീഷേട്ടാ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞു പോയി, അനീഷേട്ടൻ എനിക്ക് ഒരു സിപ്പ് തരുമെന്ന്. എന്താ ഇത്? Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrtaveni KSFE, Bima Jewelers and Pankaj Kasturi Ortho Hair. റസ്മിനോ നാരങ്ങളും കുടിക്കാൻ പോയി വിഷ്ണുദ അപ്സരയുടെ കൂടെ കഥ പറഞ്ഞിരിക്കുന്നു. കാണിച്ചു കൊടുത്തേ. അപ്സരങ്ങ് വാ, അനീഷേട്ടനൊക്കെ പോട്ടെ. സമയമായില്ല എന്നൊക്കെ അപ്സര പറയാ, സമയമായില്ല ഞാൻ വരാൻ. അനീഷേട്ടാ ഇവർക്കൊന്നും ഒരു ഉത്തരവാദിത്തമില്ല. ഞാൻ പോയി അനീഷേട്ടനെ വിളിച്ചോണ്ട് വരാം. വിളിച്ചിട്ട് വരാന്നൊക്കെ. അപ്പുറത്ത് പിന്നെ കിട്ടി ഒരാളെ കൂടെ കിട്ടി. വേണ്ട എവിടായിരുന്നു? ഞങ്ങളുടെ കുക്കിംഗ് നടക്കുക. ഞാൻ റെഡി ആയിട്ട് 2.5 മണിക്കൂർ അവിടെ ഇരിക്കുകയാണ്. അനീഷേട്ടൻ തപ്പി ഞാൻ നടക്കുമായിരുന്നു. അപ്പൊ ഇവരെന്നെ വിളിച്ചോണ്ട് പോന്നു. ഞാൻ പിന്നെ റെസ്പോൺസിബിൾ അല്ല രണ്ടുപേരും. നിങ്ങളിങ്ങനെ ആയാലും എങ്ങനെയാ? ഹലോ, ഞങ്ങളുടെ 2 പില്ലേഴ്സ് അല്ലേ നിങ്ങൾ ചാനലിൽ? പണിയെടുത്തോണ്ടിരിക്കുവായിരുന്നു നിനക്ക് വേണ്ടിട്ട്. അതൊന്നും വെച്ചാൽ 2 പില്ലേഴ്സ് ആണോ പില്ലേഴ്സ് ആണോ? പില്ലേഴ്സ്. 2 പില്ലേഴ്സ് സന്തോഷമായി. പ്രായത്തിൽ മൂത്തവരാണ് ഇവര്. തലക്കും അതല്ലേ. അപ്സരയ്ക്ക് 37 ആയില്ലേ? 37 ആയില്ലെങ്കിലും 34. എന്റെ ഈ ഒരു എന്നെ അത് അനുവദിക്കുന്നില്ല. ശരി, ഇപ്പൊ എന്തൊക്കെയാ പരിപാടികൾ? വെജ് പുലാവ് ഏകദേശം റെഡി. പുലാവ് ഇട്ടില്ല. ഞങ്ങളുടെ ഇടയിലോട്ട് ഇറങ്ങി വരൂ. മക്കളായിട്ട് ഇറങ്ങി നിൽക്കൂ അനീഷേട്ടാ. അപ്പൊ ഇതെന്താ ഒരാളെ കൊണ്ടിരുമ്പോ ഒരാൾ എല്ലാവരും കൂടെ നിൽക്കാനുള്ള നമ്മളിങ്ങനെ മാറി കൊടുക്കും. നമ്മളോ? അതെ അതെ, മൂത്തവരും മാർക്ക് കൊടുക്കണം. അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എടി കരിച്ചോളി ബാക്കിയുണ്ടോ? ഇനി എന്തായി? പച്ചമണം മാറി. ഇനി വെജിറ്റബിൾസ് ഇവരുടെ കൈ കൊണ്ട് ഇട്ടപ്പോഴത്തേക്ക് ഞങ്ങളുടെ ചിക്കൻ കറി സക്സസ് ആയി. നിങ്ങൾ എങ്ങനെയാണ്
ഇത് പിന്നെ ആക്ച്വലി ചെയ്തിട്ടില്ലല്ലോ ഇതിനു മുമ്പ്. ഇല്ല കണ്ടിട്ട് പോലും ഇല്ല പിന്നെ ലൈഫിൽ പിന്നെയാണിത് കഴിച്ചിട്ട് പോലും ഇല്ല. കഴിച്ചിട്ടില്ല ഞങ്ങള് കണ്ടിട്ടില്ല ഇടൂ, കുറച്ചിടൂ. ഇട്ടോ 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 കേട്ടോല്ല അനീഷായിട്ട് ഇടണം ബാ അപ്സരെ ഫ്രൈഡ് റൈസിന്റെയും ബിരിയാണിയുടെ ഒക്കെ വേറൊരു വേർഷൻ വേറെ വെർഷൻ ഒരുപാട് ഇടല്ലേ? ഗുണമൊന്നുമില്ല അനീഷേട്ടാ ആലോചിച്ചിട്ടേ കുറച്ച് ആ, ഇട്. ഒരു ഉദ്ഘാടനം. പൊടിക്കും കൂടി ഇട്ടാ മതി. അത്ര വേണ്ട. മതി ആ, മതി, മതി, മതി. വരൂ അപ്സര വരൂ. അതെ അപ്സര വരൂ ഇത് നിങ്ങൾ ഇട്ടിട്ട് നിങ്ങൾ ഫസ്റ്റ് അടിച്ച നിങ്ങൾക്ക് പറയാം അല്ല, അയ്യോ, ഉദ്ഘാടനം അനീഷേട്ടാ. പറ്റിയവരാണ് ഇവിടെ സംഭവിക്കാൻ അറിയാമോ? ആ നമ്മൾ ഉണ്ടാക്കിയ ആ പേര് തീരെയാണ്. ഇട്. വേണോ ആ ഇട്. ഇപ്പൊ കുറച്ചിട്ടാ എന്തായാലും മതി. അവര് ഇടാതെ വിടില്ല. ഞാൻ പറയാം. ഇതെന്താ ഇത് അരി നിറ. വിറയ്ക്കുന്ന എന്താ? ഇത് പണ്ട് പറ നടക്കുമല്ലോ മതി 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 മതി. മതിയോ? പണ്ട് പറ ഇടുന്ന കണക്ക് എടാ കിടക്കട്ടെ, നിറഞ്ഞു കിടക്കട്ടെ. ഇനി വിഷ്ണു ചേട്ടൻ ഇട്ടോളൂ ഇനി എന്നാ പിന്നെ നിങ്ങൾ അനീഷേട്ടാ, നമ്മൾ ഇവിടെ നിന്നാ പണി എടുപ്പിച്ച് നമ്മളെ കൊല്ലും. അല്ല. എസ്കേപ്പ് ആവുന്നതാണ് നല്ലത്. അല്ലല്ല ഇവരായതുകൊണ്ട് ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഇനി ഇതും കൂടി സക്സസ് ആവുകയാണെങ്കിൽ ഇവർ രണ്ടുപേരും ഉദ്ഘാടനത്തിന് വിളിക്കണം അല്ലെങ്കിൽ വിളിക്കരുത് കേട്ടല്ലോ അല്ല നീക്ക് വർക്ക് രണ്ടുപേർക്ക് പിടിച്ചു രാശി ഉണ്ടോ നോക്കാം നമുക്ക് ആ, നോക്കാം. വർക്ക് പിടിച്ചു തരുവാണ്. അതെ അതെ ഞങ്ങൾ കുറെ വർക്ക് എടുത്തിപ്പോ തന്നെ ഓ, അതങ്ങനെ സംസാരിക്കില്ല. അടുത്തതായിട്ട് അത് കരിഞ്ഞു പോവും. ഇല്ല ഇല്ല അതിനറിയില്ല വിഷ്ണു ജോഷിയാണെന്ന്. അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അതുകൊണ്ട് ലോ ഫ്ലെയിം ഇട്ടാണത്. ഞങ്ങൾ എന്നാ അങ്ങ് പോട്ടെ. അയ്യോ നിങ്ങൾ പോയില്ലായിരുന്നു ഇത്ര നേരോട്ട്. സോറി ബൈ. ബൈ എങ്ങനെയുണ്ട്? എങ്ങനെ വെറുതെ ഇരുന്ന് എന്നെ വലിച്ചടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട്. അതെ, അത് പോയി വിളിച്ചു വന്നത് ആന്നേ. വല്ല ഒഴിക്കും. അതെന്തിനാ നമ്മുടെ ഐശ്വര്യ അവരതിലേക്ക് ഇട്ട് കഴിഞ്ഞു ഓൾറെഡി. ഇന്ന ആവശ്യമില്ല കാര്യം പാലം മനീഷ് കിടക്കുമ്പോ ചേട്ടാ, നാരായണ, മനീഷ് ചേട്ടാ, അപ്സരേ. പാലം കിടക്കുമ്പോ മതിയടാ വീശി വരുമ്പോ എല്ലാവരുടെയും തലയിൽ വെച്ച് തന്നെ ഉള്ളൂ. ഒരുപാട് ഇടല്ലേ? കുറച്ച് മതി കുറച്ച് മതി കേട്ടോ. കാരണം മതി 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 വലിയ മതി, മതി. പീസായിട്ട് ഇനി എന്തുണ്ടല്ലോ, ഇനി കുറച്ച് ഇലകളില്ലേ? ഇലകൾ ഇപ്പൊ തന്നെ ഇടുന്നോ ആ ഇട്ടോളൂ പുതിന ഇല അല്ല ഇത് മല്ലിയില പുതിന ഇല അടുത്തത് ഇത് നന്നായിട്ട് ഇട്ടിട്ട് മസാല എന്ത് പിടിക്കണേ അപ്പൊ അരിയുടെ മെഷർമെന്റ് വിഷ്ണു എടുക്കാണ് 2 കപ്പ് എന്നാ പറയണത് ഇതില്. എത്രയാണോ ഉപ്പ് ഞാൻ പിന്നെ ഇടാം എന്നിട്ട് നന്നായിട്ട് ഈ അരി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക. നന്നായിട്ടൊന്ന് നമുക്കൊരു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം. ഭാഗ്യം ഇതിനെങ്കിലും മീഡിയം ഫ്ലെയിം. ഇതിലെങ്കിലും മീഡിയം ഫ്ലെയിം വെച്ച് ഞങ്ങള് കുറച്ചു നേരം അതൊന്ന് ഡ്രൈ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇനി ഇത് ചൂടുവെള്ളം വിഷ്ണു ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്ത റൗണ്ടിൽ ഉപയോഗിക്കാം ചൂടുവെള്ളം ഒഴിക്കും ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ചത് പെട്ടെന്നൊന്ന് കുക്കാവാൻ കൂടിയിട്ടാണ് അപ്പം നല്ല കറി ചൂടുവെള്ളം നമ്മൾ അടയ്ക്കട്ടെ നാരങ്ങ നീര് ഇട്ടിട്ട് നമുക്ക് അടച്ചു വെക്കാം. കാരണം ഓ, അങ്ങനെ ആ തീയിൽ വേവൻ ആവിയിലോ കാരണം ആവിയിലല്ലടി വെള്ളം ഇതിനകത്ത് കുറെ ഇരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് എന്തായാലും ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം പറ്റിപ്പോക്കോളും. യെസ് ഗൈസ്, നമ്മളപ്പോൾ ഒരു 8 to 10 മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചേക്കുവാണ് അരി വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ യെസ് ഗൈസ്, നമ്മളപ്പോൾ അരി വേവിക്കാൻ വെച്ചു. നമുക്ക് ആ സമയം കൊണ്ട് പപ്പടം വറക്കാം, ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അതും വിഷ്ണു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുള്ളത് ഇത് പപ്പടം പൊങ്ങുമ്പോൾ ഹാർട്ട് ഷേപ്പിൽ വരില്ല ചിലപ്പോൾ. നോക്കാം. പൊട്ടിടാം. യെസ് ഗൈസ്, പ്രാർത്ഥിക്കുക. എന്റെ ഹൃദയമാണ്, ഞങ്ങളുടെ ഹൃദയമാണ്. ആയില്ല. എടുത്തോ, നിക്ക് നിക്ക്, ആവട്ടെ 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 ചുമ്മാ തിരിച്ചിട്ട്. ഓ നൈസ്, ഹാർട്ടായി.
ഒരു ഐഡിയയും കൂടി ഉണ്ട്, അതും കൂടി വർക്കൗട്ട് ആയി ഞാൻ ഹാപ്പി. അതൊക്കെ ഇത്ര ആയിട്ടുണ്ടോ പപ്പട? ഇത്ര ട്രൈ ആവും അവിടെ ഇരുന്നിട്ട്. ഓ അതും ഉണ്ടോ? ഞാൻ കരുത് വേസ്റ്റ് ആയിരിക്കുമെന്ന്. യെസ്. ഞങ്ങളുടെ സക്സസ് ആയേ. ഇതെടുക്കുമ്പോൾ സൂക്ഷിക്കണം അല്ലേ? എനിക്ക് അത് വറുത്ത് ഇട്ടിട്ട് അല്ലെങ്കിൽ അത് വളഞ്ഞു പോകും. അല്ല ഇത് പിന്നെ പുറത്ത് വരുമ്പോൾ ട്രൈ ആവാം. മതിയാവും. ഇങ്ങനെ തിരിച്ചു. പപ്പടമൊക്കെ വീട്ടുകാർ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ ഭയങ്കര പെട്ടെന്നാണ്. ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ സ്നേഹം കേട്ടോ ഇത്. ഞങ്ങളുടെ സ്നേഹം ഫുഡിൽ ഉണ്ടാക്കും. ഭയങ്കര രസമുണ്ട് അത് ഇങ്ങനെ. ബാക്കി ചെയ്യും ഞാൻ പിടി. ഇച്ചിരി വൈകല്യം ഉണ്ട്, കുഴപ്പമില്ല. ഇതുകൊണ്ട് ബുദ്ധിപൂർവ്വം ഞാൻ 3-4 എണ്ണം കട്ട് ചെയ്ത് വെച്ചത്. കളർ ഡിഫറെന്റ് വേണമെങ്കിൽ കളർ ഡിഫറെന്റ് വേണ്ട വെറൈറ്റി കളേഴ്സും കിട്ടി. യെസ് ഗൈസ്, അപ്പോൾ നമ്മളുടെ പുലാവ് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കഴിച്ചു നോക്കി. ഞങ്ങൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി കറക്റ്റ് പുലാവ്. പിന്നെ നല്ല അടിപൊളിയായിട്ട് വിഷ്ണു പപ്പടമൊക്കെ പറത്തിട്ടുണ്ട്. അതെ, അപ്പൊ ഞങ്ങൾ കഴിക്കാം. ഓ Milma presents Vira Food Celebrity Kitchen Magic Season 3. Powered by Amritaveni Kesafi, Bima Jewelers, and Pankaj Pankaj Kasturi Kasturi Ortho Herb. അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ച് നമ്മൾ എപ്പിസോഡ് തുടങ്ങി കുറച്ച് നേരമായി. അപ്പൊ അതുപോലെ നമുക്ക് സ്നേഹത്തോടെ, ഇഷ്ടത്തോടെ, ആദരവോടെ, ബഹുമാനത്തോടെ നമ്മുടെ ഷെഫിനെ സ്വാഗതം ചെയ്യാം. ഷെഫിനില്ലേ? അല്ല നമ്മുടെയൊക്കെ വിഷ്ണു ഞാൻ നടത്തിക്കോട്ടെ. വിഷ്ണു. അതെ പുള്ളി ഉറങ്ങിപ്പോയി അവിടെ ഇരുന്ന്. നിങ്ങളെ പേടിച്ചിട്ട് നിങ്ങൾ സമ്മതിക്കുന്നില്ലല്ലോ. കഴിഞ്ഞ ചില എപ്പിസോഡ്സ് ആയിട്ട് ഞങ്ങളുടെ ഫുഡ് കഴിച്ചതിന്റെ ഫലമായിട്ട് അത്യാസന്റെ നിലയിൽ സമാധാനം കൊടുത്തിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട്. കഴിഞ്ഞ ഷെഫിനെ നിങ്ങൾ കൊന്നില്ലേ? നിങ്ങൾ സമാധാനം കൊടുക്കും. അദ്ദേഹം പറഞ്ഞു കലപില കലപില കലപില. അത് ഈ ആയിരുന്നു ഒന്ന് പറയണ്ട. അതറിയാം, അത് കുക്ക് ചെയ്യുമ്പോഴും അത് തന്നെ. അത് തന്നെ. അപ്പൊ അദ്ദേഹം ഒന്ന് ശപിച്ചിട്ടാ പോയത്. പാചകം അദ്ദേഹം ശപിച്ചു, നീയൊക്കെ ചെയ്യുന്നതിന്റെ ഫലം നീയൊക്കെ തന്നെ അനുഭവിക്കും. ഇപ്പൊ ചുരുക്കി പറഞ്ഞ ഷെഫില്ല. നിങ്ങൾ നിങ്ങളെ കൊല്ലണം. അപ്പൊ തീരുമാനമായി. അപ്പൊ തീരുമാനമായി. ബൈ 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 ബൈ. വേറൊരു കാര്യം കൂടെ ഉണ്ട്. കാരണം ഇതിനു മുമ്പും ഇവരെ കൊണ്ട് നമ്മൾ ഇങ്ങനെ ജഡ്ജ് ചെയ്യിപ്പിച്ചപ്പോ ഷെഫിനേക്കാൾ നന്നായിട്ട് വളരെ അങ്ങോട്ടും ഇങ്ങോട്ടും കീറി മുറിച്ച് ചാൻസ് ഉണ്ട്. കൺസിസ്റ്റൻസിയും ലാലറ്റും നമ്മുടെ ഹെൽത്തിയും പ്രോട്ടീനും എല്ലാം കൂടെ അങ്ങോട്ട് ഭയങ്കര സംഭവമായിരുന്നു. പുലാവ് എന്നൊരു പുലാവായിരുന്നു. നമുക്കറിയാം പുലാവാൻ ചാൻസ് ഉണ്ട്. വെജ് പുലാവായിരുന്നു നമ്മുടെ ഐറ്റം. അപ്പൊ നമ്മള് തീർച്ചയായിട്ടും നമുക്ക് ഓരോരുത്തർക്കായിട്ട് പ്രസന്റ് ചെയ്യാം. അപ്പൊ ഓർക്കേണ്ട ഇത്രയേ ഉള്ളൂ, നിങ്ങളെ തന്നെ ജഡ്ജ് ചെയ്യാൻ പോവുകയാണ്. റെഡിയല്ലേ? ഞങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ഞങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. ഇത് വന്നാ പഠിക്കുവോ? എന്നാലും പഠിക്കില്ല. അപ്പൊ നമുക്ക് ആരെ വിളിക്കാം സർ? ആദ്യം നമുക്ക് നാദര വിഷ്ണുവിനെ തുടങ്ങും. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവരാണ് വിൻ ചെയ്തത്. അപ്പൊ ഇത്തവണ അവരെ തന്നെ ആദ്യം വിളിക്കാം. യെസ്, നാദര വിഷ്ണു പ്ലീസ്. അപ്പൊ നാദരയും വിഷ്ണുവും
വെജ് പുലാവ് ചെയ്ത് ഇവിടെ കൊണ്ടുവച്ച് മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിട്ട് ഒരു പ്രണയത്തിന്റെ സിമ്പിളൊക്കെ ഒരു സ്നേഹത്തിന്റെ ഇഷ്ടത്തിന്റെ സിമ്പിളൊക്കെ പപ്പടത്തിൽ ചെയ്ത് വെച്ചിരിക്കുന്നു. നല്ല പ്രസന്റേഷൻ ഫസ്റ്റ് ഓഫ് ഓൾ. പൊടിയും പോലെ പൊടിയരുത്. അതിൽ വ്യത്യാസമുണ്ട്. അതിൽ പപ്പടത്തുനിന്ന് പ്രണയം പോയിരിക്കുകയാണ്. പ്രണയം പപ്പടം പോലെ അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അതാണ് തിരിച്ചു വെച്ചിട്ട് വേണം കഴിക്കാൻ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ, പക്ഷെ വെളിയിൽ പോയിട്ട് ഇവിടെ നടക്കൂല. ഞാൻ നടത്തിക്കൊണ്ട് പോയിക്കട്ടെ പ്ലീസ്. പക്ഷേ അനീഷേട്ടാ നല്ല പ്രസന്റേഷൻ. ഇത് സൈഡായിട്ട് എന്താ സംഭവം? ഇത് നിങ്ങൾ ഉണ്ടാക്കിയതാണോ? അതെ. ഓക്കെ, അപ്പം പപ്പടം ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, പക്ഷെ കട്ട് ചെയ്തത് ഞങ്ങളാണ്. പക്ഷെ നന്നായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ ടേസ്റ്റ് ചെയ്യാൻ പ്ലീസ് നിങ്ങൾ ക്രിസ് ആൻഡ് ദിവ്യ വന്നിട്ട് പ്ലീസ്. നിങ്ങളാണ് കേക്ക് പ്രണയം ഇവിടെ ഉണ്ട്. സൈഡിൽ ഞാൻ കണ്ടില്ല. ഞാൻ പോയ പ്രണയം മാത്രമേ കണ്ടുള്ളൂ. കാണേണ്ട രീതിയിൽ കണ്ടാൽ മാത്രമേ കാണാനുള്ളത് കാണാൻ പറ്റൂ. എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എങ്ങനെയെങ്കിലും ഒന്ന് നടത്തിക്കൊണ്ടു പോകട്ടെ. എക്സ്ക്യൂസ് മീ, നടത്തിക്കോട്ടെ. ഇത് ഒരു വെജിറ്റേറിയൻ പുലാവാണ്. നമ്മൾ ഇതിന്റെ പേരിട്ടേക്കുന്ന ജെൻസി പുലാവ് എന്നാണ്. ഓ ജെൻസി. ഞങ്ങൾ ജെൻസി ആയതുകൊണ്ട് ജെൻസി ചോദിക്കാനൊന്നുമില്ല. ഞാൻ ടേസ്റ്റ് അറിഞ്ഞു. നല്ല ടേസ്റ്റ്. നല്ലത് എന്നല്ല, അങ്ങനെയല്ല, അല്ലാതെ നോക്കിയിട്ട് പറയാം. കൊള്ളാം, അല്ല നമുക്ക് പറയാം. കഴിച്ചതിനുള്ള അഭിപ്രായം. ടേസ്റ്റ് ഉണ്ട്. നിങ്ങള് താങ്ക് യു ക്രിസ് ആൻഡ് ദിവ്യ. പ്ലീസ് റെസ്റ്റ് എടുത്തോളൂ. ശരി. യമുനേച്ചി കഴിക്കാം. നല്ല പുലാവ്. ഓക്കെ. എനിക്ക് തോന്നുന്നു എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ആ ഒരു പച്ചക്കറി കഴിച്ചപ്പോഴേ, കഷ്ണം കഴിച്ചപ്പോൾ ചെറിയൊരു കൈപ്പുരസം പോലെ തോന്നുന്നു. കോളിഫ്ലവറിൻ്റെ ആവാനാണ് സാധ്യതയെന്ന് തോന്നുന്നു. ചെറിയൊരു, അല്ലാതെ പുലാവ് നല്ല പുലാവ്. പുലാവ് ശരിക്കും ഒരുപാട് ഫ്ലേവർ വരാൻ പാടില്ല. ബിരിയാണിക്കാണ്. ഇതില് മസാല എന്താ ചേർത്തിട്ട്? മസാല എന്തെങ്കിലും ചേർത്ത്? മസാല മുളക് പൊടി, ഗരം മസാല സെറ്റിലായിട്ടാ ചേർത്ത്. മസാല അധികം വേറെ മസാല ഒന്നുമില്ല. ഇല്ല. മുളക് പൊടി, കാശ്മീരി ചില്ലി, വേറെ മസാല ചേർത്ത പുലാവ് ആവില്ല. പുലാവിൽ ഒരുപാട് മസാല വരരുത്. ഇത് ചേർക്കില്ലേ? ഏതാ? ഗരം മസാല. ഗരം മസാല അത് പറയും. ഞങ്ങൾ നന്നായിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, മഞ്ഞപ്പൊടി, പിന്നെ ജിഞ്ചറിന്റെയും ഗാർലിക്കിന്റെയും പേസ്റ്റ്. ഇത്ര ചേർത്ത്. അതാണ് കഴിച്ചത്. എന്റെ പൊന്നോ. അല്ല സീരിയസ് ആയിട്ട്. ചെറിയ പച്ചക്കറിക്കൊരു മറ്റേ പുറത്തുനിന്ന് മേടിച്ച പേസ്റ്റ് ആണോ ഉപയോഗിച്ചത്? അതാണ്. അതിനൊരു നമ്മൾ പുലാവ് ചെയ്യുമ്പോൾ എപ്പോഴും ആ ജിഞ്ചറും ഗാർലിക്കും ശരിക്കും കുഞ്ഞു കുഞ്ഞൊന്ന് അരിഞ്ഞിട്ട് അരിഞ്ഞിട്ടേ സോട്ട് ചെയ്ത് വേണം. മറ്റേ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന എന്ത് പറഞ്ഞാൽ അത് പ്രത്യേകം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ആ ജിഞ്ചർ നമ്മൾ ഫ്രഷ് ആയിട്ട് എടുക്കുന്ന ജിഞ്ചറിൻ്റെയും ഗാർലിക്കിൻ്റെയും ടേസ്റ്റ് അല്ല ആ പേസ്റ്റിന്. അത് നമ്മളെപ്പോഴും ചൈനീസ് ഫുഡിനും അങ്ങനത്തെ വെസ്റ്റേൺ ഫുഡിനൊക്കെയാണ് ശരിക്കും യോജിക്കുന്നത്. ഈ നമ്മുടെ ഇന്ത്യൻ ഈ പുലാവ് പോലുള്ള കാര്യത്തിനൊക്കെ നമ്മുടെ എന്താ
എന്താ റോ ആയിട്ട് ഗാർലിക്കും ജിഞ്ചറും ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഓക്കെ താങ്ക് യു. ഭയങ്കരമായിട്ട് പുരോഗമിച്ചു കേട്ടോ, ഉള്ളത് പറയാം, നന്നായിട്ട് പുരോഗമിച്ചു. Milma presents Fira Food Celebrity Kitchen Magic Season 3. Powered by Amrtaveni KSFE, Bima Jewelers and പങ്കജ കസ്തൂരി ഓർത്തോ ഹെയർ. ഇനി നിങ്ങളുടെ പോയിന്റ് കൂടെയാണ് അറിയുന്നത്. പ്രിയപ്പെട്ട നവീൻ ആൻഡ് ബീന ആന്റണി. Come on. പുലാവ് കഴിക്കാനാ വരുന്നത്. അറസ്റ്റ് ചെയ്യാനല്ല. പപ്പടത്തിനെല്ലാം കൺസിസ്റ്റൻസി ഓക്കെ ആണോ? പപ്പടത്തിന്റെ ടെക്സ്ചർ എങ്ങനെയുണ്ട് നവീൻ അറക്കൽ? ഓയിൽ ലോക്കൽ ഓയിലാ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയതിന്റെ ബാക്കി ഓയിൽ നെയ്യാണോ? നെയ്യല്ലേ? ഗീയല്ലേ? ഞങ്ങളോട് കഴിക്കട്ടെ. ഗിയ ഇപ്പാണ് എനിക്ക് മുന്നിൽ തോന്നി, വേറെ ഒന്നുമില്ല. നല്ലതാണ്. അല്ല, പപ്പടത്തിന് കുറച്ച് കൂടിയാ പപ്പടത്തിനല്ലേ മാർക്ക് ഇതാ ചേച്ചി. പപ്പടത്തിന് മാർക്ക് വേണ്ട കേട്ടോ. ഇത്രയും ഡിസ്കഷൻ വേണോ? നന്നായിട്ടുണ്ട്. നശിപ്പിച്ച് വീണ്ടും ഫസ്റ്റ് അവിടെ വെക്ക്. പുള്ളിക്ക് ചേച്ചി ഈ ഷെഡ്യൂൾ കഴിയുമ്പോൾ പുള്ളിക്കൊന്ന് പൈസ കൂട്ടി കൊടുക്കണേ. നല്ല അഭിനയല്ലേ? അല്ലല്ല, അതിപ്പോ റീസെന്റ് ആയിട്ട് അവാർഡ് കിട്ടിയല്ലേ? അവാർഡ് കിട്ടിയോണ്ടാവും അഭിനയം ഭയങ്കര ഇതൊന്ന് നടത്തിക്കൊണ്ട് പോയിക്കോട്ടെ. ഡൈനാമിക്. ഇനി അനീഷയും അപ്സരയും കഴിച്ച കൊള്ളാട്ടോ, നന്നായിട്ട്. നല്ല പുലാവായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പുലാവ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഓ താങ്ക് യു. അത് കഴിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ഒന്നുകൂടി കഴിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ട്. അതൊരു നല്ല കാര്യമാണ്. നോർമലി കഴിച്ചതിന് ശേഷം അതൊരു എന്തൊക്കെയോ ഒന്നുകൂടി തോന്നുന്നുണ്ട്. ഒന്നും ഓവർ പവർ നിൽക്കാത്ത പോലെ. കറക്റ്റ് ആയിരുന്നു. ഓക്കെ, ഇനിയും നന്നാവട്ടെ. മാർക്ക് എന്താണെന്ന് അറിയില്ല, എന്നാലും ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. Crockery partner Minolta, easy and healthy cooking. അനീഷ് രവീസ് കോസ്റ്റ്യൂംസ് സ്പോൺസേഡ് ബൈ സ്വയംവര സിൽക്സ്. കേരളത്തിലുടനീളം അപ്സര കോസ്റ്റ്യൂം കർട്ടസി, ജനക് ഡിസൈനർ, ട്രിവാൻഡ്രം.